കൊച്ചിയുടെ ഹൃദയഭാഗത്ത് MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനോട് പ്രവർത്തിക്കുന്ന മുണ്ടംവേലി MES കോളേജിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള UG ഓണേഴ്സ് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക് മാനേജ്മെന്റ്, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് യാതൊരുവിധ ഡൊണേഷനും ഇല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. +2 മികച്ച മാർക്കുള്ളവർക്കും കലാകായിക രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്കും സ്കോളർഷിപ്പുകൾ ലഭ്യമാകുന്നതിനോടൊപ്പം വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനായി AI, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെബ് ഡിസൈനിംഗ് തുടങ്ങിയ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളും ഞങ്ങൾ നൽകുന്നു. പരിചയസമ്പന്നരായ അധ്യാപകർ, ഹൈ സ്പീഡ് വൈഫൈ ക്യാമ്പസ്, ആധുനിക ലാബുകൾ എന്നിങ്ങനെ മികച്ച സൗകര്യങ്ങൾക്ക് പുറമെ കരിയർ ഗൈഡൻസും തൊഴിലവസരങ്ങളും ഉറപ്പാക്കുന്ന സജീവമായ പ്ലേസ്മെന്റ് സെല്ലും കോളേജിന്റെ പ്രത്യേകതയാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്കായി മികച്ച ഹോസ്റ്റൽ സൗകര്യവും കൊച്ചിയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് കോളേജ് ബസ്സും ഒരുക്കിയിട്ടുണ്ട്. മികച്ചൊരു ഭാവിക്കായി ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. MES കോളേജ്, കൊച്ചി, മുണ്ടംവേലി. പഴങ്ങാട് സെന്റ് ജോർജ് ഇടവകയിൽ സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ ഉദ്ഘാടനം നടന്നു. പഴങ്ങാട് സെന്റ് ജോർജ് ഇടവകയിൽ സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഫ്രാൻസിസ് കോയിക്കാരൻ പറമ്പിൽ ഈശ്വര പ്രാർത്ഥന ചൊല്ലി. ജെയിംസ് നികർത്തിൽ സ്വാഗതം പറഞ്ഞു. ഇത്തരത്തിലുള്ള പരിപാടി പ്ലാൻ ചെയ്യുകയും അതിന് തുടക്കം കുറിക്കുകയുമാണ്. ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന ഒരു പദ്ധതിയായിട്ടല്ല ആലോചിക്കുന്നത്. അച്ഛന്റെ കാഴ്ചപ്പാട് വളരെ വിശാലമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ മാസത്തിൽ 2-3 പ്രാവശ്യം ഇവിടെ ഇപ്പൊ വന്നിട്ടുള്ളവരും വരാത്തവരുമായിട്ടുള്ള ഇനിയും വരാനുള്ളവരുമായിട്ടുള്ള ആൾക്കാരെ വീണ്ടും 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 വിളിച്ചു ചേർത്തുകൊണ്ട് അവർക്ക് മാനസിക ഉദ്യോഗസ്ഥരുടെ പരിപാടി സംഘടിപ്പിക്കുക, അവരുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകള് പരിഹരിക്കുക, അവരുടെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കുക. എവിടെയാണോ അവര് മാനസികമായിട്ട് തകർന്നു പോകുന്നത് അതിനൊക്കെ ചെറിയ ചെറിയ മോചനം ഉണ്ടാക്കുന്ന ഒരു വലിയ മഹത്തായ ലക്ഷ്യമാണ് ഇതിന്റെ പിന്നിലുള്ളത്. റവറന്റ് ഡോക്ടർ ഫ്രാൻസിസ് കുരിശിങ്കൽ അധ്യക്ഷത വഹിച്ചു. ഇവിടെ ഒരു വയോജന ക്ഷേമ വകുപ്പ് രൂപീകരിക്കുകയുണ്ടായി. അതിന് ഒരു പുതിയ മന്ത്രിയെ ഇപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ സാവധാനം ഈ വകുപ്പിന്റെ നേതൃത്വത്തിന് വലിയ പദ്ധതികൾ, അതോടൊപ്പം തന്നെ വയോജനങ്ങൾക്ക് അവരുടെ ആരോഗ്യത്തിനും മാനസിക ഉല്ലാസത്തിനുമൊക്കെ ഉപകാരപ്രദമായ സംരംഭങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. കാരണം കരുത്തുറ്റ ഒരു നേതൃത്വം സംസ്ഥാനത്തുള്ളപ്പോൾ നമ്മൾ പ്രതീക്ഷയോടുകൂടി തന്നെ അവരെ കാണുകയും പഴങ്ങാട് ഇടവക ഒരു മുഴം നീട്ടിയറിയുകയും ഈ ഇടവക ഈ പ്രദേശത്തെ മുഴുവൻ സീനിയർ സിറ്റിസൺസിനെയും വിളിച്ചുകൂട്ടുകയും ഇത് തുടർന്ന് വരുന്ന നിങ്ങളുടെ പരിപാടികളിൽ ഇവിടെ ഇരുന്ന് പാട്ടുപാടാനും കളിക്കാനും ചിരിക്കാനും നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യാനും ഒക്കെ അവസരങ്ങളുണ്ടാകും. അടുത്ത ഓഗസ്റ്റ് മാസം 1-ാം തീയതി നമ്മുടെ അടുത്ത സെഷൻ ഉണ്ടാവും. ഓഗസ്റ്റ് 22-ാം തീയതി ചിരി യോഗയുടെ കേരളത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ നിങ്ങളോട് ഒരു 2 മണിക്കൂർ സമയം ചെലവഴിക്കും. അദ്ദേഹത്തെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് ഷിയാസ് MLA ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പക്കാരുമായിട്ടുള്ള മനസ്സിന്റെ സുഖമുണ്ട്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അച്ഛനോടെ പള്ളിയിൽ അച്ഛൻ്റെ ഒരു പുതിയ സംരംഭമാണ്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ മക്കളിലാണ്. നമ്മുടെ മക്കൾക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹവും വാത്സല്യവും ശ്രദ്ധയും ഒക്കെ കൊടുക്കുന്നത്. നമ്മൾ അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയും വാത്സല്യവും കൊടുക്കുന്നത് നമ്മുടെ മക്കളെ പോലെ സ്നേഹിക്കേണ്ട നമ്മുടെ മാതാപിതാക്കളാണ്. അതൊരു പ്രായമാണ്. അപ്പൊ അതുകൊണ്ടാണ് സംസ്ഥാനത്ത് യുഡിഎഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വന്നത്. നമ്മുടെ വയോജനങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ്, പുതിയൊരു വകുപ്പ്
നമ്മൾ രൂപീകരിച്ചത്. വിദേശ രാജ്യങ്ങളിലൊക്കെ അതുണ്ട്, ചില രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് സംസ്ഥാനം ഇതുപോലെ വയോജന ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചത്. എനിക്ക് തോന്നുന്നു ആദ്യമേ അച്ഛനായിരിക്കും ഇതിനു വേണ്ടിയിട്ട്, വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പദ്ധതി ഗ്രാമപഞ്ചായത്തിൽ പള്ളിയുടെ നേതൃത്വത്തിൽ തന്നെ, അച്ഛന്റെ നേതൃത്വത്തിൽ തന്നെയാണ് രൂപീകരിച്ചത്. ഫാദർ ബിബിൻ ജോർജ് തറൈപ്പറമ്പിൽ ഗാനം ആലപിച്ചു. ആശംസകൾ നേർന്നുകൊണ്ട് കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കുറുപ്പശ്ശേരി ദിവസത്തിൽ ഇപ്പോൾ നടന്ന ഗാനവും ആട്ടും പാട്ടുമാണ് നിങ്ങളെ പോലെയുള്ളവർക്ക് ഇന്ന് ആവശ്യം എന്നുള്ളതിൽ തർക്കമില്ല. 4:30 മണി മുതൽ ഇവിടെ ഈ പരിപാടി തുടങ്ങാൻ 4:30 മണി എന്ന് പറഞ്ഞപ്പോൾ 4 മണിക്ക് തന്നെ എത്തിച്ചേർന്ന എന്റെ പ്രിയരാണ് ഞാൻ കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വരെ ജീവിതത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെടുത്തി മക്കൾക്കായിട്ടും മറ്റുള്ളവരുമായിട്ടും എല്ലാം പങ്കുവെച്ചതിന് ശേഷം ഇന്ന് വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു കൂട്ട് ഒന്ന് സംസാരിക്കുവാനോ ഇടപഴകുവാനോ കൂടിച്ചേരുവാനോ ഒരു അവസരമില്ലാത്ത ചില സാഹചര്യങ്ങൾ ചിലർക്കെങ്കിലുമൊക്കെ ഉണ്ട്. അതിന് ഒരു മാറ്റം വരുത്തുവാനാണ് ഇന്ന് പ്രിയപ്പെട്ട നമ്മുടെ ഫ്രാൻസിസ് അച്ഛന്റെ നേതൃത്വത്തിൽ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസഫ് മാർട്ടിൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PA പീറ്റർ, 10ാം വാർഡ് മെമ്പർ TD സജീവൻ, ശ്രീനാരായണ ഗുരുവരമഠം സെക്രട്ടറി VV സുധീർ, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് നെൽസൺ കോച്ചേരി, ധീവരസഭ സെക്രട്ടറി ഷിലിൻ, ഹരിജനോദ്ധാരണ സഭ പ്രസിഡന്റ് ജയൻ PK, സെന്റ് ആനീസ് കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ ജാസ്മിൻ തുടങ്ങിയവർ സംസാരിച്ചു. ആൻസൺ മടത്തനാട്ട് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.